നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം തടഞ്ഞു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ തേനി ഹൈവേയിൽ മണിയംകുളം ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതിനു ശേഷം നിർമ്മാണം അനുവദിക്കൂ എന്ന നിലപാടുമായാണ് ഒരു വിഭാഗം നാട്ടുകാർ രംഗത്തെത്തിയത്. ഉദ്യോഗസ്ഥരും പോലീസുകാരുമായി ചേർന്ന് നടത്തിയ അനുനയ ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം തടഞ്ഞത്. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ ഭാഗമായ മൂവാറ്റുപുഴ നഗരസഭയിൽ ഉൾപ്പെടുന്ന മണിയൻകുളം പ്രദേശത്താണ് ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തിയത്. റോഡിന് നടുക്കായി സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയുടെ പ്രിയങ്കരനായ MLA-യും വാർഡ് കൗൺസിലറും CPM-ന്റെയും CPI-യുടെയും BJP-യുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ 2 മാസം മുമ്പ് ഒരു ചർച്ച നടക്കുകയും നാളിതുവരെയായിട്ടും അതിന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവാതെ വന്ന മുറയ്ക്ക് റോഡിന്റെ നടുക്ക് നിൽക്കുന്ന ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കിഴക്കേക്കര നിവാസികൾ നടത്തുന്ന പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരമ്പലക്കുറ്റിയും റോഡിൽ നിന്നും വളരെയധികം മാറി നിന്നായിരുന്നു. അതും പൊളിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഏകദേശം ഒരു 50 മീറ്റർ മാറിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാമെന്ന് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ ഉറപ്പു നൽകുകയും അതിന് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഭരണപക്ഷത്തിൽപ്പെട്ട ചില പാർട്ടികളുടെ കടുംപിടുത്തം കാരണം അത് നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇത് അനുകൂലമായൊരു വിധി ഉണ്ടാവണമെന്ന് വേണ്ടപ്പെട്ട അധികാരികളോട് അറിയിക്കുന്നു. മണിയംകുളം ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോർമർ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതിനു ശേഷം നിർമ്മാണം അനുവദിക്കൂ എന്ന നിലപാടുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്തു വന്നു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് പറയാനുള്ളത്, ഈ റോഡ് പണിയുന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. കാരണം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അത് നല്ല രീതിയിൽ ആക്കണം എന്ന ആഗ്രഹക്കാരാണ് ഇന്ന് ഈ വഴി തടസ്സപ്പെടുത്താൻ വന്നിരിക്കുന്ന എല്ലാവരും. ആർക്കും അതിനകത്ത് വേറെ യാതൊരു വക ദുരുദ്ദേശങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നു തന്നെയാണ്. ഒന്നുമല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമർ ഞങ്ങൾ എടുത്തു കൊടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച് റോഡിന്റെ പണി നടത്തണം. അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം 2 സെന്റ് സ്ഥലം ഏതായാലും ഒരു 10 ലക്ഷം രൂപ സെന്റിന് ഇവിടെ വില വരും. അത്രയും 20 ലക്ഷം രൂപയുടെ സ്ഥലമുണ്ട്. ആ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കി തന്നുകൊണ്ട് പൈപ്പ് മാറ്റിയിട്ട് പൂർവ്വസ്ഥിതിയിലാക്കി കെട്ടി അമ്പലത്തിന്റെ കുറ്റിയും നിർമ്മിച്ച് തരുക എന്ന് മാത്രം ഒരു ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത്. ഈ 2 ചോയ്സാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പൊ അതിനകത്ത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം അത് തന്നെ ഉള്ളൂ. കാരണം നമ്മൾ ട്രാൻസ്ഫോമറിന് സ്ഥലം വരെ നമ്മൾ നാട്ടുകാർ തന്നെ എടുത്തു കൊടുത്തു. അത് വേറെ വ്യക്തിയുടെ സ്ഥലമാണ്, അതും എടുത്തു കൊടുത്തു. പക്ഷെ ഇതിനകത്ത് ചില ആളുകളുടെ ചില താല്പര്യങ്ങൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല. സാമ്പത്തിക ലാഭത്തിനാണോ എന്തിനാണെന്ന് അറിയില്ല. അങ്ങനെ ചില ആളുകൾക്ക് അത് ഇവിടുന്ന് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പണിയണം, ഇതവിടെ കിടക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരുണ്ട് ഇതിനകത്ത്. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള കൃത്യമായ സ്ഥലവും കണ്ടെത്തിയിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. ഇതിനു മുൻപും ഇത്തരത്തിൽ റോഡ് നിർമ്മാണം ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കാത്തതിന്റെ പേരിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്തെ മറ്റൊരു വിഭാഗം ജനങ്ങളുടെ നേതൃത്വത്തിൽ ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കുന്നതിന് മന്ത്രിയെ നേരിൽ കണ്ട് കത്തു നൽകുകയും അതിന് തുക അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതായി ഒരു വിഭാഗം പറയുന്നു. ഏറെ കാലതാമസം കൂടാതെ ട്രാൻസ്ഫോമർ അവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. അതിനാൽ റോഡ് പണി തുടരണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം പറയാനുള്ളൂ. ഇന്ന് ഇവിടെ എവിടെയാണോ ഈ വർക്ക് നിർത്തിവെച്ചിരിക്കുന്നത്, ആ നിർത്തിവെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ വർക്ക് പുനരാരംഭിക്കണം. ആ പുനരാരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ 4/1/2024 മൂവാറ്റുപുഴ പോലീസിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതുപോലെയുള്ള ആളുകൾ, സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഈ റോഡിന്റെ വർക്ക് തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കത്തിന് ഏത് തരത്തിലുള്ള നടപടിയാണ് നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ റോഡിന്റെ വർക്ക് ആരംഭിക്കാനുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തുണ്ടാകണം. മൂവാറ്റുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയെങ്കിലും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം 50 മീറ്റർ ഒഴിവാക്കി നിർമ്മാണം തുടരാമെന്ന നിലപാടും മറുവിഭാഗം അംഗീകരിച്ചില്ല. ഇരുവിഭാഗത്തെയും പ്രതിഷേധക്കാരും
KSTP ഉദ്യോഗസ്ഥരും പോലീസും തുടർച്ചയായി നടത്തിയ ചർച്ചകളെ തുടർന്ന് ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴിവാക്കി മുന്നോട്ടുള്ള റോഡ് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. തുടർന്ന് റോഡ് നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.